ആശാഭവനിലെ കുട്ടികൾ മാരാമൻ കൺവെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അവരേറെ സന്തോഷത്തോടെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം വളരെ ഒരു സന്തോഷത്തിലാണ്. മാരാമൻ കൺവെൻഷൻ വന്നതിന്റെയും പാട്ടും ഒക്കെ പാടി പാട്ട് കേട്ട് പാട്ടും പാടി അവർ വളരെയധികം സന്തോഷത്തിലാണ്. ഈ ആശാഭവന്റെ ഡയറക്ടർ വിനു ചെറിയാനച്ഛൻ നമ്മോടൊപ്പം ചേരുകയാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഒക്കെ പറയുവാനായിട്ട് അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. ചരിത്ര പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷൻ അതിൽ പങ്കുചേരുവാൻ ആശാഭവന്റെ കുഞ്ഞുങ്ങളും ഇന്ന് ശനിയാഴ്ച പ്രഭാതം മുതൽ ഈ ഉച്ച സമയം വരെ വളരെ നന്മയോടും കൃപയോടും സന്തോഷത്തോട് പങ്കുചേർന്നല്ലോ. ആശാഭവന്റെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായ കഴിവുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്താൽ, ദൈവത്തിന്റെ കൃപയാൽ വ്യത്യസ്തമായ ടാലൻസ് അവർക്ക് ലഭ്യമായിട്ടുണ്ട്. നല്ല പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളുണ്ട്. വ്യത്യസ്തമായ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഒപ്പമുണ്ട്. ജോലിയിൽ IT സെക്ടറിലൊക്കെയും അവിടെ ആശാഭവനിൽ നിന്ന് പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഈ മാരാമൻ കൺവെൻഷന്റെ ഭാഗമായി നിൽപ്പാൻ ആശാഭവന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഓർത്ത് സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥനയിൽ ബലപ്പെടുത്തുന്ന അനേകരുണ്ടല്ലോ. അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. പേരെന്തുവാ? ബിന്ദു ഇപ്പൊ നല്ലൊരു മാരാമൻ കൺവെൻഷൻ സോങ് പാടുന്നതായിരിക്കും. ഓക്കെ. സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, നിനക്കായി ചെയ്ത നന്മകളെ ഓർത്തു സ്തുതിച്ചിടുന്നു. നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി ഒരു നന്മയ്ക്കും ഇന്നു നന്ദി ചെല്ലുന്നു. എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി ഒരു നല്ല കലാകാരനാണ്. സ്റ്റാൻലി പാട്ട് പാടും, ഓർഗൻ വായിക്കും, എല്ലാം ഒരു സകലകലാവല്ല പ്രതിഭയാണ് സ്റ്റാൻലിയുടെ ഒരു അടിപൊളി. സ്റ്റാൻലി പാട്ട് പാടത്തില്ലേ? എഴുതിയ പാട്ട് സ്റ്റാൻലി തന്നെ എഴുതിയൊരു പാട്ട് പാടാമെന്നാണ് പറയുന്നത്. നമുക്ക് കേൾക്കാം. ആകാശമേഘത്തിലെടുക്കപ്പെടും നല്ല നിമിഷത്തിനാ അവൻ മുഖം നേരിന്ന് കണ്ടിടുമ്പോ ആനന്ദമാനന്ദമേ. ആകാശമേഘത്തിലെടുക്കപ്പെടും നല്ല നിമിഷത്തിനാ അവൻ മുഖം നേരിന്ന് കണ്ടിടുമ്പോ ആനന്ദമാനന്ദമേ. കാഹളനാദം കേട്ടിടുവാൻ കാലമിതാസന്നമാ. കാന്തൻ തൻ വരവിന ഒരുങ്ങിടുക കാന്തയം തിരുസഭയെ. കാഹളനാദം കേട്ടിടുവാൻ കാലമിതാസന്നമാ. കാന്തൻ തൻ വരവിന ഒരുങ്ങിടുക കാന്തയം തിരുസഭയെ. താങ്ക് യു സ്റ്റാൻലി. സ്റ്റാൻലിയുടെ നല്ല പാട്ടിന് ഒത്തിരി നന്ദി. ഗ്ലോറിയാനിസിലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പ്രാർത്ഥിക്കും, സ്റ്റാൻലിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. കൊച്ചമ്മയാണ് ഈ കുട്ടികളെ ഒക്കെ നോക്കുന്നത്. അച്ഛന്റെ കൊച്ചമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. കൊച്ചമ്മ എങ്ങനെയാണ് ഈ കുട്ടികളുമായിട്ട് കൊച്ചമ്മ ചേരുന്നത്? വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് മാരാമണ്ണി ഇങ്ങനെ ഒരു അനുഭവം. സാധാരണ വന്ന് പന്തലിനകത്തിരുന്ന് പ്രസംഗം കേട്ട് മടങ്ങി പോകുന്ന ഒരു അനുഭവം. ഇത് ആദ്യമായിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ഇവിടെ വേറിട്ടിരുന്ന് അത് വേറൊരു അനുഭവമാണ്. ശരിക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം. നമുക്കിത് സാധാരണ എല്ലാ ദിവസവും വന്നു പോകുന്നു, പക്ഷെ അവർക്കിത് വലിയൊരു കാര്യമാണ്. ഇതിനൊരു എക്സ്പീരിയൻസ്, അതിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷം. ടോണിയാണ്. ഈ ടോണി ഭയങ്കര ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ടോണി ഭയങ്കര ടോണിക്ക് എന്തുവാ പാട്ട് പാടുവോ? എന്തുവാ ടോണിയുടെ? എല്ലാം ചെയ്യും. ടോണി ഉണ്ടല്ലോ, പാട്ട് എഴുതും, പാട്ട് പാടും, ഏത് നമ്പറുകൾ കൊണ്ട് ടോണി ഓരോ കാര്യങ്ങൾ കാണിക്കും അല്ലേ?
ആ ധോണി ഭയങ്കര മിടുക്കനാണ്. ഇപ്പൊ പ്രേക്ഷകരുടെ മുമ്പിൽ അത് കാണിക്കാൻ, അതായത് വളരെ വിശദമായിട്ട് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ധോണി ഇതിനു മുമ്പ് കുറെ ചാനലുകളിലൊക്കെ കോമഡി വന്നിട്ട് ഉത്സവം കോമഡി ഉത്സവത്തിൽ വന്നതാണ് ധോണി, അറിയാം. കോമഡി ഉത്സവം എന്നായിരുന്നു വന്നേ, ഓർക്കുന്നുണ്ടോ? 2019 ഏതാ, സെപ്റ്റംബറിലെ 2019 ആണോ? ടോണി ഒരു പാട്ട് പാടും. ഈ നമ്മുടെ പ്രിയപ്പെട്ട ടോണി ഇപ്പോൾ ടോണി ഒരു ഉഗ്ര ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. ടോണി ഒരു അടിപൊളി പാട്ട് പഠിക്കും. പഠിക്കും ടോണി പഠിക്കും. ഗീതമേ നല്ല നാദനേ കീർത്തനമേയും തന്നവന് ഒന്നു കാണ കൊതിരുന്നേ കഥവേയുന്നി മണ്ണിനേ ഒന്നു കാണ കൊതിരുന്നേ കഥവേയുന്നി മണ്ണിനേ അരലേലും യാതേ തളരാതെ നിത്യമെന്നെ കാത്തിരുമേ പോയതുണ്ട മാനവില് കണ്ടിനു ഞാൻ യേശുരാജനെ പോയിരു ഞാൻ മാനവില് കണ്ടിനു ഞാൻ യേശുരാജനെ സേകിതനെ നല്ല നാദനെ ഇതമസേയം തന്നവനെ. ഞാൻ എഴുതിയ പാട്ടാ. ആണോ? ടോണി തന്നെ എഴുതിയതാണോ? ഇത് ടോണി തന്നെ എഴുതിയ പാട്ടാന്ന് പ്രേക്ഷകർക്ക് വിശ്വാസം വരുന്നില്ലായിരിക്കും. ഇങ്ങനെയുള്ള കഴിവുകളൊക്കെയാണ് ടോണിക്കുള്ള. ടോണിയെ പോലെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. പരിചയപ്പെടേണ്ട മറ്റൊരു വ്യക്തിയാണ് ആശാഭവനിലെ ജോഷ്. ഇദ്ദേഹമാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെ നോക്കി അവർക്ക് വേണ്ട പരിപാലനങ്ങളെല്ലാം നൽകുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ ഇവര് സന്തോഷം കൊണ്ട് ഇവിടെ കൺവെൻഷൻ പ്രസംഗം കേൾക്കാൻ പോയതായിരുന്നു. ഇവിടെ വന്ന ഉടനെ ഇവർ സന്തോഷം കൊണ്ട് അവർ ഇതാണ് വേറൊരു ലോകത്താണ്. ഇപ്പൊ ജോഷിന് ഇവരെ കുറിച്ച് പറയുന്നത്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ അവിടെ ആയിട്ടൊരു 6 മാസമായി. ബട്ട് അതിനേക്കാൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്ത പോലത്തെ ഒരു മെമ്മറി ആണ് എനിക്കുള്ളത്. ഒരു വ്യത്യസ്ത സാഹചര്യം, ബാക്കിയുള്ളവരെക്കാൾ ഒരു കുറച്ചും കൂടെ സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം കുട്ടികളാണ് നമുക്ക് അവിടെ ഉള്ളത്. അവരാണെങ്കിൽ തന്നെ നമ്മളോട് ഭയങ്കര സ്നേഹം. അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നമ്മളിപ്പോ അവരൊന്ന് വഴക്ക് പറഞ്ഞാൽ തന്നെ അത് അങ്ങനെ ഓർമ്മയിലൊന്നും വെക്കത്തില്ല. അപ്പൊ ഒരു ഇത് തോന്നും, കഴിഞ്ഞു. പിന്നെ അവര് ഭയങ്കര ഹാപ്പിയാ. അപ്പം ഇവിടെ ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ആദ്യം നമ്മുടെ ടോണി വലിയൊരു പുള്ളിയാ. കാരണം ടോണി പാട്ട് എഴുതും, പാട്ട് പാടും, അത്യാവശ്യം പാട്ടൊക്കെ ട്യൂൺ ചെയ്യും. പിന്നെ ഇവൻ നമ്മുടെ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതില് 244ാമത്തെ എപ്പിസോഡിൽ അവൻ ആശാഭവനെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ടോണിക്കാണെങ്കിൽ ഭയങ്കര ഓർമ്മശക്തി. അപ്പം നമ്മളിപ്പോ ഒരു മൊബൈൽ നമ്പർ ഒക്കെ ഇവനോട് പറഞ്ഞു കൊടുത്താൽ, മലയാളത്തില് 2 ഡിജിറ്റ് വെച്ച് പറഞ്ഞു കൊടുത്താൽ അവനത് ഓർത്ത് വെച്ച് പിന്നെ എപ്പോ കാണുമ്പോഴാണെങ്കിലും അവൻ ആ നമ്പറൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ അങ്ങനെ ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിലും എല്ലാവരും പല പല കഴിവുകളുള്ളവരാ. ഇപ്പം പാമ്പാടി, ഞങ്ങൾ പാമ്പാടി എന്നാണ് വിളിക്കുന്നത്, പക്ഷെ പേര് എബിൻ. കോട്ടയം പാമ്പാടി സ്വദേശിയാ. എബിനാണ് നമുക്ക് അവിടെ ഇപ്പൊ രാവിലെ നമുക്ക് എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വരുന്നത് കറക്റ്റ് ആയിട്ട് അച്ഛന്റെ പാസനയിൽ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഹോസ്റ്റലിലും എല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടെത്തിക്കും. പിന്നെ ആ ന്യൂസ് പേപ്പർ രാവിലെ അവൻ പുറത്തിരുന്ന് മൊത്തം അരിച്ച് പറക്കി വായിച്ച് ന്യൂസുകളെല്ലാം ഇപ്പം എല്ലാവരും അറിയേണ്ടതാണെങ്കിൽ എല്ലാവർക്കും ഇന്ന് പറഞ്ഞൊക്കെ കൊടുക്കും. അങ്ങനെയാണ് എബിൻ. പിന്നെ അർജുൻ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ച. അപ്പം അവൻ സ്കൂളിൽ പോവും, പിന്നെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവൻ ഫുൾ ടൈം ഭയങ്കര ഇങ്ങനെ എനർജറ്റിക് ആയിരിക്കും. അവനിപ്പോ വെറുതെ ഒരു പാട്ട് ഇട്ട് കൊടുത്താൽ ഫുൾ ടൈം ഇങ്ങനെ തുള്ളിച്ചാടി എനർജി ആയിട്ട് നിൽക്കുകയായിരിക്കും. പിന്നെ ഇവരുടെ എല്ലാം മെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് എപ്പോഴും മുഖത്തൊരു ചിരിയായിരിക്കും. നമ്മളിപ്പോ ജസ്റ്റ് ഇവരൊന്ന് കാണുകയാണെങ്കിലും കണ്ടോ, സുബിനാണേലും ജസ്റ്റ് അവരെ നോക്കിയാൽ തന്നെ ഇവർക്ക് ഏതൊരു ചിരി. പിന്നെ ബോയ്സിന്റെ സൈഡിൽ നമുക്ക് വലിയൊരു ഹെൽപ്പാണ് ജോമോന്റെ വീടും കോട്ടയത്താണ്. അതേപോലെ ബോയ്സിന്റെ സൈഡിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ജോമോനാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഹെൽപ്പിന് വേണമെങ്കിൽ പുറത്തെ പറമ്പിലുള്ള പണിയാവട്ടെ, കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനാവാൻ
ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ജോമോനെ ഒന്ന് വിളിച്ച് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ജോമോൻ ചെയ്യും. അങ്ങനെ നമുക്കിപ്പോ അവിടെ മൊത്തം 35 കുട്ടികളുണ്ട്, ബോയ്സും ഗേൾസും ഉണ്ട്. അവര് എല്ലാവരും തമ്മി ഹെൽപ്പ് ചെയ്യും. ഇപ്പം കുളിപ്പിക്കാനാണേലും അങ്ങോട്ട് ബോയ്സിന്റെ സൈഡില് ബീബിനണ്ണനാണ് ബോയ്സിന്റെ സൈഡില് ഒരുക്കാനും ഇവരെ കുളിപ്പിക്കാനും ഡ്രസ്സ് മാറ്റിക്കാനും എല്ലാം നിൽക്കുന്നത്. ആ ബീബിനണ്ണൻ ബോയ്സിന്റെ സൈഡിൽ മറ്റൊരു വ്യക്തി നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. പിന്നെ നമുക്ക് വേറെ ഒരു വ്യക്തി, വേറെ ആളെന്ന് പറയാനുള്ളത് ശ്രീശാന്ത് സംസാരിക്കാൻ പറ്റത്തില്ല, അവന് ചെവിയും കേൾക്കത്തില്ല. പക്ഷെ അവൻ നന്നായിട്ട് പടം വരയ്ക്കും. അതേപോലെ തന്നെ ബോയ്സിന്റെ സൈഡിലും കിച്ചണിലും എല്ലാം ഭയങ്കര ഹെൽപ്പാണ് ശ്രീശാന്ത്. പിന്നെ അങ്ങനെ ഓരോരുത്തരും എല്ലാവരും ഭയങ്കര സ്പെഷ്യലാണ്. നമ്മള് അവരെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ആണെന്ന് തോന്നത്തില്ല. ഏതു നേരവും ഭയങ്കര സന്തോഷം, ചിരി, കാര്യങ്ങളായിട്ട് ഫുൾ ടൈം ഹാപ്പിയാണ് അവിടെ. അങ്ങനെ ഒരു ഇപ്പം അവർക്ക് വീട്ടിൽ പോകുന്നില്ലെങ്കിലും അങ്ങനെ ആശാഭവൻ അവരുടെ ഒരു വീട് തന്നെയാണ്. ഇതാണ് ആശാഭവനിലെ കുഞ്ഞുങ്ങളും അവരെ പരിചരിക്കുന്ന അല്ലെ അവരെ നോക്കുന്ന അവിടുത്തെ സ്റ്റാഫുകൾ. നമുക്കൊരു കാര്യം ഇവർക്ക് വേണ്ടി ചെയ്യാം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് വേണ്ടി. ഇവരുടെ ആ പത്തനാപുരത്തുള്ള ആ സ്കൂൾ നിങ്ങൾ സന്ദർശിക്കണം. എന്നെ കാണുന്ന പ്രേക്ഷകർ ഒരു പ്രാവശ്യമെങ്കിലും, വിദേശത്തുള്ള പ്രേക്ഷകർ കാണും, ഇവിടെ ഉള്ള പ്രേക്ഷകർ കാണും, ഇവരോടൊക്കെ ഒറ്റ വാക്കേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ഇവരെയൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകണം, ഇവരോടൊപ്പം ഒരു ദിവസം കഴിയണം. ക്യാമറാമാൻ ആഷറിനോടൊപ്പം അഭിജിത്ത് വാറയിൽ, ഗ്ലോറിയ ന്യൂസ്.